ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബുള്ളറ്റ് ചെറിയൊരു ഇഷ്യൂ കാണിക്കാമെന്നാണ്. അതായത് ഈ ബാക്കിലെ റിഫ്ലക്ടർ, മഡ് ഗാർഡിൻ്റെ റിഫ്ലക്ടർ ഈ സൈഡിലോട്ട് ജസ്റ്റ് അലൈൻമെൻറ്റ് വ്യത്യാസമായിട്ട് നീക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞാൻ ചെയ്തത്, ഈ ഒരു ബോൾട്ട് 2 മഞ്ഞുണ്ട്, അതൊന്ന് അഴിച്ച് ലൂസ് ചെയ്തിട്ട് ഏത് സൈഡിലേക്കാണോ നമുക്ക് നീക്കേണ്ടത് ആ സൈഡിൽ ബോൾട്ട് ഇച്ചിരി കൂടുതൽ ടൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പോയിൻ്റ് വ്യത്യാസമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ശരിയാവും. പക്ഷേ എനിക്കിത് ഒത്തിരി നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഈ സൈഡിലെ 2 ലെഗ് ഒന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത് അഴിക്കാൻ വേറൊന്നും ചെയ്യേണ്ട. ഇവിടെ ഫുഡ് റെസ്റ്റിൻ്റെ ഇവിടെ വന്ന ബോൾട്ടും അതുപോലെ തന്നെ ഈ ബോൾട്ടും ഇപ്പുറം വന്ന ബോൾട്ടും ലൂസ് ചെയ്താൽ മതി, അഴിക്കണ്ട. അതുപോലെ തന്നെ ഈ ബോൾട്ടുകൾ 2 ലൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരിപ്പോരും. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ ആവും. അതാ കണ്ടോളൂ, ഞാൻ ആ സൈഡിലെ പൈപ്പ് ബെൻഡ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തപ്പോഴുള്ള ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ കറക്റ്റ് സെൻറ്റർ തന്നെ നമുക്ക് ആ ഒരു റിഫ്ലക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ജസ്റ്റ് ചെയ്യാമെന്നുള്ളൂ. ഞാൻ ആകെ ചെയ്തത് ഈ ഒരു പൈപ്പ് ജസ്റ്റ് ചെറുതായിട്ട് അകത്തേക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പം ആ ഒരു പോർഷൻ നമുക്ക് സെൻറ്ററിലേക്ക് കിട്ടും. ശരിക്കും ഇതിൻ്റെ മെത്തേഡ് ഇതായിരിക്കണം എന്നില്ല, വേറെ രീതിയൊക്കെ ഉണ്ടാവും, എനിക്കറിയില്ല, ഞാനിതിനെ പറ്റി പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ രീതിക്ക് ചെയ്ത് നോക്കിയതാണ്. തെറ്റുകളുണ്ടാവും, ക്ഷമിക്കണം. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ നമുക്ക് അതുപോലെ പരീക്ഷിക്കാം. അറിയാത്തവർക്ക് ഇതൊരു ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.